चिल्लाते? डैडी बोला कि आप हिंदी बात कर सकते हैं। डैडी को हिंदी नहीं आता, हम हिंदी में बात करेंगे। बोलो। क्या? എന്റെ മോക്ക് ഹിന്ദി നന്നായിട്ട് അറിയാം. അതെനിക്കറിയില്ലായിരുന്നു. എന്തൊരു ഹിന്ദിയാ? ലക്ഷ്മിക്ക് ഹിന്ദി അറിയാമെന്നും അച്ഛൻ അത് അറിയില്ലെന്നും എനിക്കറിയാൻ പാടില്ലായിരുന്നു. आपने दिलवाले दुल्हनिया ले जाएंगे देखा? आप किसी से प्यार किया है क्या? देखा जिस तरह लखनऊ की गई गोरी मेरा देखा। എന്തിനാണ് എന്റെ മോൾ ഹിന്ദിയിൽ പറഞ്ഞത്? ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാ. അയ്യോ, അവക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മറാഠി എന്നീ ഭാഷകളുടെ പോരായ്മകൾ ഇനി മോൻ വേണം തീർത്തു കൊടുക്കാൻ. അത് ഞാൻ ഏറ്റു. നിർത്തിയ? നിറഞ്ഞു. ഒരു പഴം കൂടി താങ്ങൂല്ലേ? താങ്ങൂല. അയ്യോ, ഇത്തിപ്പൂരല്ലേടി തിന്നുള്ളൂ. വിശപ്പൊന്നുമില്ലേ? കഴിക്കണ്ടേ? ഇതെന്താ രണ്ട് പാത്രം? ഒന്ന് പട്ടിക്കാം. അയ്യേ, അകത്ത് നിങ്ങളുടെ മുതലാളിയെ സൽക്കരിച്ച് തീറ്റിച്ച് കൊല്ലും. മതി. എനിക്ക് ചേട്ടൻ കല്യാണം കഴിച്ചാണോ? എന്തിനാ? അല്ല, എനിക്ക് ചില ആലോചനകളൊക്കെ വരണുണ്ട്. എവിടെ വീട്? കുറച്ച് തെക്കെന്ന് പറഞ്ഞ വടക്കിന്റെ ഓപ്പോസിറ്റ്. അച്ഛനും അമ്മയൊക്കെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അച്ഛനെ വിറ്റു. വലിയ ദേഷ്യക്കാരനാണല്ലേ? സന്തോഷമായി. നീ ഹാപ്പി ആണല്ലോ, എനിക്ക് അത് മതി. പഞ്ചാര അടിച്ചോ. പിന്നെ ഒരു കാര്യം, ഭക്ഷണം കഴിക്കുമ്പോ സൂക്ഷിക്കണം, ആക്രാന്തം കഴിക്കരുത്. എന്റെ കമ്മീഷൻ മറക്കരുത്. ഇങ്ങോട്ട് വാ. എന്തിനാണ് എന്നെ കണ്ട് ഓടിയത്? താനെന്തിനാ ഓടിയത്? നീ ഓടുന്നുണ്ടല്ലോ, ഞാൻ ഓടിയത്. അത് കൊള്ളാം. എന്നിട്ട് ഓടിപ്പിച്ചിട്ട് എന്തിനാ ഓടിയെന്ന് എന്റെ പൊന്ന് ചേട്ടാ. 2 പ്രാവശ്യം അറ്റാക്ക് വന്നൊരു മനുഷ്യനാണ് ഞാൻ. 3ാമതൊരു അറ്റാക്ക് വരികയാണെങ്കിൽ 4ാമതൊരു അറ്റാക്കിന് വേണ്ടി കാത്തിരിക്കേണ്ടി വരും. അതുകൊണ്ടാണ് വയ്യ നന്ന് പറഞ്ഞത്. ശരി, നീ എന്നെ കൈ ഒഴിഞ്ഞെങ്കിലും എനിക്കൊരാളെ കണ്ടുപിടിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞ മാട്ടുപ്പെട്ടി മച്ചാൻ അന്വേഷിച്ച് ഞാൻ പോയിരുന്നു. പക്ഷെ കിട്ടിയത് അതിനേക്കാൾ തറപ്പാത്തിയെ. ചെറ്റകളിൽ പരമചെറ്റ. തെണ്ടികൾ നിന്നേക്കാൾ വലിയ തെണ്ടി. ദരിദ്രവാസികൾ നിന്റെ അച്ഛനേക്കാൾ വലിയ ദരിദ്രവാസി. പാന്റും കോട്ടും ഇടിച്ച് കൊണ്ടുവന്നിട്ട് ചെറ്റെന്നോ? ആണോ തെണ്ടി? ആണോ ദരിദ്രവാസി? കണ്ടപ്പല്ലേ തറയൊക്കെ വെറും തറയാ, പക്ഷെ തറവാടിയൊക്കെ തറവാടിയാ. ഞാൻ നിന്നെ പറഞ്ഞല്ല, നിനക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്ത ഡ്രൈവർ കുസ്ലാപ്പിയ പറഞ്ഞല്ലേ. എന്നെയോ? എന്താ നിനക്കും എന്നെ തല്ലണോ? ചോറ് എന്നെ കഴിക്കാൻ കടിക്കില്ല. ഇത് താമസിക്കണ്ട, നിങ്ങൾ ചെല്ലേ. പറഞ്ഞ പോലെ നമ്മുടെ വർക്ക് ആരംഭിക്കുക. ഡ്രൈവർ വണ്ടി എടുക്കും. എന്താ? ഒന്ന് എടടേ. ചെല്ലേ. നല്ല സെലക്ഷൻ. ഇവരാ കടമ്പം കുടുംബം കംപ്ലീറ്റും കുളം തോട്ടരുത്. എടി ചാണ്ടേ, ഇങ്ങോട്ട് വാടി. നമ്മുടെ മോളും മരുമോനും ഊട്ടിക്ക് പോയിരിക്കുന്നു. അണിമൂണിൽ. അതിന് നിങ്ങൾ എന്തിനാ എങ്ങനെയായിരുന്നു തൊള്ള പറക്കുന്നേ? മോൻ ഫോൺ ചെയ്തപ്പോ കേട്ടതല്ലേ? നീ അപ്പൊ ശരിക്കും കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പൊ കല്യാണം കഴിക്കണ ഏത് തെണ്ടി ഹണിമൂണിന് പോണത് ഊട്ടിയിലോട്ടാണ്. പക്ഷെ ഞാൻ എന്റെ മോളെ ആഫ്രിക്കയിലോട്ടാണ് ഹണിമൂണിന് അയക്കാൻ പോണത്. എന്റെ ചെവിക്ക് ഒരു കുഴപ്പമില്ല, പതുക്കെ പറഞ്ഞാൽ മതി. ഞാൻ നിന്റെ കൂടെ അല്ലടേ പറഞ്ഞു. കേട്ടല്ലോ, ഇപ്പൊ മതിയായല്ലോ. എന്തിന്? ഊട്ടി. എന്തിനേ ഭരണി പൊക്കിക്കൊണ്ടുവരണത്? അവൾക്ക് മാങ്ങ അച്ചാർ വലിയ ഇഷ്ടമാണ്. അവിടെ ഒരു മാങ്ങ അച്ചാർ. അവളുടെ അടുക്കളയിൽ 24 കൂട്ടം അച്ചാർ കാണും. എന്നാലും ഒരെന്നാലും ഇല്ല. അവൾക്ക് അവിടെ പരമ സുഖമാണ്, ഒരു കുറവും വരില്ലടി. എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനോടുള്ള വാശി ഇന്നു മുതൽ ഞാൻ ആരംഭിക്കുകയാണ്. മനസ്സിലായില്ലേ? ആദ്യത്തെ ലോഡിറക്കാൻ പോവാണെന്ന്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. വരുന്നുണ്ട്. വണ്ടി പോട്ടെ. ലോഡെങ്ങോട്ടാ? മാട്ടുപ്പെട്ടി മഹാദേവന്റെ വീട്ടിലോട്ട്. മാട്ടുപ്പെട്ടി മഹാദേവൻ. എന്താ ഇടപാടിത്? എല്ലാം ഒരേ നിറവും തലയിൽ കിട്ടും.
ബാലേഷാ അയ്യോ ആള് മാറിപ്പോയി. ആരടെ ആളെ മനസ്സിലായില്ല, പോയെന്നാ തോന്നുന്നു. രക്ഷപ്പെട്ട് ബാലേഷ നീ ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായമാര് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്തായി ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോരോ പ്രശ്നങ്ങൾ. ചേട്ടാ ഇത് ചായ. ഈ സമയത്ത് എക്സസൈസ് ചായ. ഇന്ന് നമുക്ക് ദിൽത്തോ പഗൽഹേ കാണാം. ഏയ് ഹിന്ദി ഒന്നും കണ്ടാ മനസ്സിലാവില്ല. നമുക്കൊരു ഇംഗ്ലീഷ് പടം കാണാം. ഇപ്പൊ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, യു ആർ ഇൻ ട്രാപ്പ്. അത് കാണാം. വാ വാ. ഹലോ ഹലോ കണ്ണപ്പാ, ഞാൻ അച്യുതൻ. അയ്യോ നീ എപ്പോ വന്നടാ? സുഖം തന്നെ. പൈപ്പാണല്ലേ? എനിക്കറിയാം, എനിക്ക് ഈ കുട്ടിയെ നേരത്തെ അറിയാം. എന്നെ ഓർമ്മയുണ്ടോന്നറിയില്ല. അന്ന് വീട്ടില് പെണ്ണ് കാണാൻ വിശേഷം വല്ല ആയോ? ഓ കല്യാണം കഴിഞ്ഞ് 15 ദിവസമല്ലേ ഉള്ളൂ, അതിന് മുമ്പ് വിശേഷമാവോ? കോമഡിയിൽ IAS എടുത്താനവൻ. പിന്നെ ഒരു മിനിറ്റ്, എന്താ വരവിന്റെ ഉദ്ദേശം? ഗർഭിണിയാണെന്ന് അറിയാൻ 15 ദിവസം കൊണ്ടൊന്നും പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഇതൊന്നും മിഷനോ? അതിനിത്തിരി നേരവും കാലമൊക്കെ എടുക്കും, പറഞ്ഞത് 1 മാസമെങ്കിലും. ശരി, സമ്മതിച്ചു. ആ. പിന്നെ കാര്യങ്ങളൊന്നുകൂടെ ഒന്ന് ഊർജിതമാക്കണം. ശ്രമിക്കാം. ഒരിക്കലും ഒരു മടിയനാവരുത്. എന്നെ കണ്ട അങ്ങനെ തോന്നുന്നു? ഇല്ല, എന്നാലും എന്റെ ഒരു ടെൻഷൻ. ഓ വല്ലാത്തൊരു ടെൻഷനാണ് നിനക്ക്. ബാബാ എത്ര ദിവസം ലീവ് ഉണ്ട് നിനക്ക്? 1 മാസം. ഓ ഓ വീട്ടുകാർക്ക് സുഖമാണോ? സുഖമായിരിക്കുന്നു. ഞങ്ങള് പഴയ സുഹൃത്തുക്കളാ. എന്നാ ഞങ്ങൾ വരട്ടെ? ശരി പോട്ടെ. നിങ്ങൾ തമ്മിൽ എങ്ങനെ പരിചയം? ആ പരിചയം നിന്റെ അടുത്ത് എത്തിച്ചത്. ഞങ്ങള് അമേരിക്കൻ എയർപോർട്ടിലെ ഒരു ദിവസം ഇങ്ങനെ. അയാൾ ഗൾഫിലാണല്ലോ. അതെ, ഗൾഫിൽ നിന്ന് ഫ്ലൈറ്റ് എത്തി അമേരിക്കൻ എയർപോർട്ടിൽ പകച്ചിരിക്കായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. പിന്നെ കൂടുതൽ സംസാരിച്ചുകൊണ്ടെന്നാ ട്രാപ്പ് കാണാൻ പറ്റില്ല. പാപ്പോ നല്ല ഉറക്കോ? അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പോയിക്കോ. ആരെയും കണ്ട ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. എനിക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത് തോറ്റു? നിന്ന് മോങ്ങാതെടാ. വന്നു തുറക്കാൻ. ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ, ഇതെന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണ ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ. ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ പോരെ. ആരായിരിക്കും? ആരാന്ന് ചോദിച്ചേ. ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? അതിന്റെ ഏനക്കേട്
ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ. നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ?